തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. അപ്പുകുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷവും പുരസ്കാര സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അപ്പുകുട്ടി പൊതുവാൾ ജന്മശതാബ്ദി ആഘോഷവും പുരസ്കാര സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു മേഖലകളുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, ഉദാഹരണത്തിന് സോഷ്യൽ സയൻസുമായിട്ടോ ആന്ത്രപ്പോളജി നരവംശ ശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ധാരാളം സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നമ്മുടെ മാത്രം തനതായ, നമ്മുടെ തനിമയുള്ള ഒരു വാദ്യമാണ് മദ്ദളം. എന്തുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു തനിമ വെളിവാക്കാനാവുന്ന തരത്തിലുള്ള ഗന്ധങ്ങൾ ഉണ്ടാവാത്തത്? അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് അതുണ്ടാവേണ്ടതുണ്ട്. അതിന് ഈ ട്രസ്റ്റ് മുന്നിട്ടിറങ്ങണം. ഒപ്പം അതിന് എൻ്റെ കൊളീഗ്സ് ഉൾപ്പെടെ, അതായത് കലാമണ്ഡലത്തിലെ അധ്യാപകർ ഉൾപ്പെടെ ഈ ഒരു ദിശയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഡോക്ടർ NP വിജയകൃഷ്ണൻ്റെ പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതിന് വിജയകൃഷ്ണൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വരേണ്ടതുണ്ട്. കാരണം ഇത് ഒരു വൈജ്ഞാനിക മേഖലയായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. മാറി വരുന്ന ഒരു വിദ്യാഭ്യാസ ക്രമത്തിനുള്ളിൽ കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാവാനില്ല. ഇതാണ് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അതോടൊപ്പം കലാമണ്ഡലത്തിലെ മദ്ദള വിഭാഗവും കലാമണ്ഡലവും ഒപ്പം ഉണ്ടാവും. അതിനുവേണ്ട എല്ലാ സംരംഭങ്ങളിലും ഞങ്ങളൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് കലാമണ്ഡലം നാരായണൻ നായർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ P. രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഉദ്ദീപിക്കാനൊക്കെ പര്യാപ്തമായ ഈ വാദ്യോപകരണങ്ങൾ കരുണയും ദുഃഖവും ശൃംഗാരവും ഒക്കെ ചൊരിയുന്ന പദങ്ങൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാസന്ദർഭങ്ങൾക്ക് കഥകളി ചെയ്യുന്ന ആൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നതെന്ന് ഒരുപക്ഷെ ലോക കലാചരിത്രത്തിൽ തന്നെ അപൂർവതയുള്ള ഒരു സന്ദർഭമാണ്. ഏതൊരു വാദ്യോപകരണവും അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്താൽ തീർച്ചയായും എന്താണോ അതിൽ സാധാരണ കിട്ടാറ് അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ശ്രോതാവിൻ്റെയും പ്രേക്ഷകൻ്റെയും എല്ലാം താല്പര്യങ്ങൾക്ക് അനുഗുണമായി അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മദ്ദളാചാര്യൻ കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ ആശാന്റെ ജീവചരിത്ര ഗ്രന്ഥം ലയവിന്യാസത്തിന്റെ കർത്താവായ NP വിജയകൃഷ്ണനെ ട്രസ്റ്റ് പ്രസിഡന്റ് ആദരിച്ചു. ചെർപ്പുളശ്ശേരി ശിവന് പുരസ്കാര സമർപ്പണവും നടത്തി. അനുസ്മരണ പ്രഭാഷണം കലാനിരൂപകൻ MJ ശ്രീചിത്രൻ നിർവഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം രാജനാരായണൻ, കലാമണ്ഡലം ഹരിദാസൻ,
ചിറ്റിലഞ്ചേരി അമൃത ആയുർവേദ ചികിത്സാലയത്തിലെ ഡോക്ടർ ഗോകുൽ നാരായണൻ, ചുട്ടി വകുപ്പ് മേധാവി കലാമണ്ഡലം ശിവദാസ്, ഹരിനാരായണൻ, ശ്രീനാഥ്, ഹരീഷ് മാരാർ, രാംകുമാർ, NV അശോക വാര്യർ, കോട്ടയ്ക്കൽ രവി, രാഘവൻ, കലാമണ്ഡലം നാരായണൻ, ഗോപി N പൊതുവാൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.